ആത്മഹത്യ ചെയ്ത വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ ജീവനൊടുക്കാൻ ശ്രമിച്ചു. ഇന്നലെ പത്മജ മാധ്യമങ്ങളെ സന്ദർശിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവര് ജൂൺ 30 എല്ലാ പ്രശ്നങ്ങളും തീർത്തരാന്ന് പറഞ്ഞിട്ട് നമ്മൾക്കൊരു എഗ്രിമെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. കൽപ്പറ്റ MLA സിദ്ദീഖും ഞാനും ഹസ്ബൻഡും കൂടെ ഇരുന്നിട്ടാണ് കൽപ്പറ്റ രാജീവ് എന്ന് പറഞ്ഞ വക്കീലിന്റെ അടുത്ത് നിന്ന് എഗ്രിമെന്റ് എഴുതിയത്. ഇന്റർനാഷണൽ കോൺഗ്രസും ഞങ്ങളും തമ്മിലൊരു ധാരണാപത്രം ഉണ്ടാക്കുകയും അതിനകത്ത് നമ്മൾക്ക് അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ജൂൺ 30 തീർത്തു തരാമെന്നും പറഞ്ഞു. പക്ഷേ ജൂൺ 30 കഴിഞ്ഞു, ജൂലൈ 30 കഴിഞ്ഞു. ആ ഒരു പ്രശ്നത്തിന് പോകണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങൾ അധികം ഒന്നും സംസാരിക്കാൻ പോയില്ല. അതിന്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് അസുഖമാവുകയും സ്ട്രോക്ക് വരികയും കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ 10 ദിവസം ചികിത്സയിലുമായിരുന്നു. അവിടെ ഞങ്ങൾക്ക് 1.5 ലക്ഷം രൂപ ബില്ല് വന്നു. ഈ പറയുന്ന കൽപ്പറ്റ MLA വന്ന് അദ്ദേഹത്തിനെ കാണുകയും എൻ്റെ ഹസ്ബൻഡിന്റെ ശാരീരിക അസ്വസ്ഥതകളെല്ലാം മനസ്സിലാക്കുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം ബില്ലടയ്ക്കാൻ ഞങ്ങൾക്ക് ലാസ്റ്റ് തരാമെന്ന് പറഞ്ഞ പൈസ, കുറച്ച് പൈസയെങ്കിലും ബില്ലടയ്ക്കാൻ നേരത്തെ തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഉച്ചയ്ക്ക് 3:30 മണിക്ക് ഡിസ്ചാർജായി രാത്രി 8:30 വരെ ഞാൻ കൽപ്പറ്റ MLAനെയും PAനെയും മാറി മാറി വിളിച്ചിട്ടും അവർ ഫോൺ എടുത്തില്ല എന്ന് മാത്രമല്ല, അവരെ അടുത്തുനിന്ന് തീർത്തും ഒരു റെസ്പോൺസ് ഇല്ലായ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം PV അൻവറിനെ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്കൊരു ഹെൽപ്പ് ചെയ്തു തരണം, ഒരു ദിവസത്തേക്ക് മിംസിൽ നിന്ന് എനിക്ക് നാളത്തേക്ക് ഒന്ന് സൗകര്യം ചെയ്തു തരണം, ഇന്ന് എന്നെ ഡിസ്ചാർജ് ആക്കാൻ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നേരിട്ട് ആസാദ് മൂപ്പനെ വിളിച്ചു. ആസാദ് മൂപ്പൻ 10 ദിവസത്തെ അവധിക്ക് ഞങ്ങൾ ഇവിടുന്ന് പോരുക ചെയ്ത്. ഇന്നും ആ ബില്ല് ഞങ്ങൾ അടച്ചിട്ടില്ല. അതിനുശേഷം ഡിസ്ചാർജ് ആയതിന്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ കൽപ്പറ്റ അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ പോയി ആ എഗ്രിമെന്റ് വേണമെന്ന് പറഞ്ഞു. എഗ്രിമെന്റ് അന്ന് കൽപ്പറ്റ MLA ആയിരുന്നു നമ്മളടുത്ത് പറഞ്ഞത്, നിങ്ങളെടുത്തോ ഞങ്ങളെടുത്തോ അതിൻ്റെ ഒരു ഇത് വേണ്ട, വക്കീലിന്റെ അടുത്ത് നിൽക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളൊരു ഫോട്ടോ പോലും അതിന്റെ എടുക്കാൻ അവർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ കൽപ്പറ്റ വക്കീലിന്റെ ഓഫീസിൽ പോയിട്ട് എഗ്രിമെന്റിന്റെ കോപ്പി വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പിറ്റേ ദിവസം തന്നെ, അതായത് ഒപ്പിട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ MLAയുടെ PA ശ്രീകാന്ത് എന്ന് പറഞ്ഞ ആൾ വന്ന് മേടിച്ചു കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞങ്ങൾ അറിയുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും അത് ചീറ്റിംഗ് ആയിരുന്നു. വക്കീൽ വിചാരിച്ചത് ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു, അതുകൊണ്ടാണ് 1 മാസമായിട്ടും ഞങ്ങളൊന്നും ചോദിച്ചു പോവാണ്ടിരുന്നത് എന്നാണ് അദ്ദേഹം ഞങ്ങളടുത്ത് പറഞ്ഞത്. അതിനുശേഷം എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി സിദ്ദീഖ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നീ ആരോട് ചോദിച്ചിട്ടാണ് വക്കീലിൻ്റെ ഓഫീസിൽ പോയതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയായ ഏർപ്പാടാണെന്ന് ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് അത് KPCCയിൽ സണ്ണി ജോസഫിന് പഠിക്കാൻ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. എഗ്രിമെന്റിൽ എന്താ അവർക്ക് ഇത്രമാത്രം പഠിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ ഞങ്ങൾക്ക് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പം ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് അവരെടുക്കുന്നുമില്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് ഞങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. അതെ, അത് സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് തന്നെ കൊന്നൊടുക്കുകയാണ്. കള്ളന്മാര് വെള്ളയിട്ട് അസലായിട്ട് നടക്കുന്നുണ്ട്. കോൺഗ്രസ് എന്ന പാർട്ടിയെ വിശ്വസിക്കുന്നവര് മരിക്കുന്നു, അവരവരുടെ വീട്ടുകാർക്ക് പോകുന്നു, അത്രമാത്രം. അവര് തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാ മാധ്യമങ്ങളുടെ മുന്നിലും പറഞ്ഞതാണ്. 20 ലക്ഷം രൂപ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കൊടുത്ത പ്രൊജക്ട് കൊടുത്തതെന്ന് പറഞ്ഞ 2.5 കോടി രൂപയാണ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ബാങ്ക് ത്രൂ ഉള്ള ഇടപാടുകളാണ്. ഞങ്ങൾക്ക് ക്യാഷ് ആയിട്ടൊന്നും 2.5 കോടി തരാനല്ല അവരോട് ഞങ്ങൾ പറഞ്ഞത്. അത് സണ്ണി ജോസഫ് ഞങ്ങളെ വീട്ടിൽ വന്ന് ഇരിട്ടിയിലേക്ക് അവരുടെ ഓഫീസിലേക്ക് എല്ലാ പ്രൂഫും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതിന്റെ എല്ലാ പ്രൂഫും കൊണ്ട് ഞങ്ങൾ പോവുകയും ചെയ്തു. ആ 2.5 കോടി എന്നുള്ളത് അവർ അത് ചുരുക്കി 10-75 ലക്ഷം രൂപയാക്കി മാറ്റി. പിന്നെ ഞങ്ങൾ വീടിരിക്കുന്ന പട്ടയം ഇപ്പോഴും ബത്തേരി അർബൻ ബാങ്കിലാണ് ഉള്ളത്. അത് അച്ഛന്റെ കത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 45 ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് ആ പട്ടയം പണയം വെച്ചതെന്ന് അച്ഛൻ വ്യക്തമാക്കി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അവകാശമാണത്, ഔദാര്യമല്ല. ആ പട്ടയം ഞങ്ങൾക്ക് എടുത്ത് തന്നേ പറ്റുള്ളൂ. പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം, കോൺഗ്രസിലെ കുറച്ച് ആൾക്കാരെ എനിക്കിനി വിശ്വാസമില്ല. ആ പാർട്ടി ഒന്നും ചെയ്തു തരുന്നും പറയുന്നില്ല. അവരുടെ ഔദാര്യവും ഞങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ഞങ്ങൾ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു. എന്റെ ഭർത്താവ് ഇന്നൊരു രോഗിയായി മാറാൻ കാരണം പോലും. ആത്മഹത്യക്ക് ശ്രമിച്ച പത്മജ മാധ്യമങ്ങളെ കണ്ട ദൃശ്യങ്ങളാണ് കണ്ടത്. വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട്. ഫൈസൽ, ഇന്നലെയാണ് പത്മജ മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങളോട് പറയുന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ പറ്റി വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് പത്മജ ഉന്നയിക്കുന്നത്. ഇന്നലത്തെ ആ ഒരു സംഭവം തന്നെയാണോ ഇന്ന് പത്മജ ജീവനൊടുക്കാനുള്ള ശ്രമത്തിലേക്ക് പോകാനുള്ള കാരണം? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും അരുണിമ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. കാരണം വലിയ രീതിയിലുള്ള ആരോപണമാണ് കോൺഗ്രസ് പാർട്ടിക്കെതിരെ, സുൽത്താൻ ഈ വയനാട് ഘടകത്തിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഈ പത്മജ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ പറയുന്നത് 2.5 കോടിയുടെ ബാധ്യതയാണ് തൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ, അതായത് ഈ
വിജയൻ മരിക്കുന്ന സമയത്ത് തൻ്റെ ബാധ്യത തൻ്റെ അച്ഛനുള്ളതിൻ്റെ ബാധ്യത എന്ന് പറയുന്നത് 2.5 കോടി രൂപയാണ്. ആ 2.5 കോടി രൂപ മുഴുവനായി പാർട്ടി ഏറ്റെടുക്കണമെന്നാണ് ഇവർ ആദ്യം തന്നെ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരോട് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പാർട്ടി പൂർണ്ണമായും ഏറ്റെടുക്കാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ജൂൺ 30 വരെയുള്ള ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കുന്നത്. ആ എഗ്രിമെൻറ്റിൽ പറയുന്നത് ഇപ്രകാരം തന്നെയാണ്. എന്നാൽ ആ എഗ്രിമെൻറ്റ് കഴിഞ്ഞ ജൂൺ 30 അവസാനിക്കുകയും പിന്നീട് 20 ലക്ഷം രൂപ മാത്രമാണ് പാർട്ടി തങ്ങൾക്ക് നൽകിയത് എന്നുമാണ് ഈ പത്മജ ഇന്നലെ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. വെറും 20 ലക്ഷം രൂപ മാത്രമാണ് താങ്കൾക്ക് നൽകിയത്. ഏകദേശം 2.5 കോടി രൂപയുടെ ബാധ്യതയാണ് ഉണ്ടായിരുന്നത്. അതിൽ 20 ലക്ഷം രൂപ മാത്രമാണ് പാർട്ടി തങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ തൻ്റെ ഈ ഒരു സംഭവത്തിൽ ഈ ഒരു വിജേഷിൻ്റെ ചികിത്സാർത്ഥം വലിയ രീതിയിലുള്ള തുക ചെലവാകുകയും ചെയ്തു. ഇതുവരെയും അടച്ചു തീർക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ബത്തേരിയിലുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഈ വിജേഷിൻ്റെ ചികിത്സ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ചികിത്സാ തുകയുണ്ടായി. അത് പാർട്ടി ഇടപെട്ട് തീർക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതും തീർത്തിട്ടുണ്ടായില്ല. അതും വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു എന്നാണ് പത്മജ ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വയനാട്ടിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ തങ്ങൾ ചതിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പത്മജ ഈ ഒരു പ്രതികരണത്തിലൂടെ സൂചിപ്പിക്കുന്നത്. തങ്ങളെ പാർട്ടി ചതിച്ചു. ഇതുവരെ തങ്ങൾ ഈ സാമ്പത്തിക ബാധ്യതയുമായി അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സഹായവും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. കോൺഗ്രസിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരെ കോൺഗ്രസ് അതുമായി കൊന്നൊടുക്കുകയാണെന്നും ഈ സണ്ണി ജോസഫ്, അതായത് പുതിയ KPCC പ്രസിഡന്റിനെ സണ്ണി ജോസഫിനെ ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പോയി കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അന്നേരവും ഈ 2.5 കോടിയുടെ ബാധ്യത ഇവർ പറഞ്ഞിട്ടുണ്ടോ എന്നും പിന്നീട് അത് ബാർഗെയിൻ ചെയ്ത് ഏകദേശം കുറച്ചു എന്നുള്ള ഒരു രീതിയിലേക്കുമാണ് ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നത്. അതായത് പത്മജ പ്രതികരിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. ഈ 2.5 കോടിയുടെ ബാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് സണ്ണി ജോസഫിനെ കണ്ട ശേഷം അത് ബാർഗെയിൻ ചെയ്ത് കുറച്ച് കൊണ്ടുവന്നു എന്നുള്ള രീതിയിലും പറയുന്നു. ഒപ്പം തന്നെ തങ്ങൾക്ക് ഇനി ഔദാര്യത്തിൻ്റെ ആവശ്യമില്ല എന്നാണ്. അതായത് പാർട്ടിയുടെ ഒരു ഔദാര്യം, പാർട്ടിയിൽ നിന്നൊരു സഹായം പ്രതീക്ഷിക്കുന്നില്ല, പാർട്ടിയുടെ ഒരു ഔദാര്യം തങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പത്മജ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ പത്മജ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. കൊലയാളി കോൺഗ്രസ് നിനക്കിത ഒരു ഇര കൂടി പത്മജ എന്ന് സൂയിസൈഡ് നോട്ട് എഴുതിക്കൊണ്ട് തന്നെയാണ് ആ പത്മജ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ബത്തേരിയിലെ ഒരു ടൗണിലെ ഒരു ഷോപ്പിൽ, അതായത് ഇവർ നടത്തുന്ന ഒരു ഷോപ്പിലെ ഒരു മേക്കപ്പ് ഷോപ്പാണ്. അപ്പോൾ അവിടെ വെച്ചാണ്, ഒരു ബുട്ടീക് ഷോപ്പാണ്, അവിടെ വെച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് വിവരം. ഇവരെ ഏറെ നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് 2 പേർ വന്ന് നോക്കുമ്പോഴാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടത്. കൈഞ്ഞരമ്പ് മുറിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നാണ് വിവരം. ഉടൻ തന്നെ ബത്തേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ച് ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്. ഈ അല്പ മാസങ്ങൾക്ക് മുമ്പാണ് ഈ NM വിജയൻ, വയനാട് മുൻ DCC ട്രഷററായിരുന്ന NM വിജയനും മകനും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. NM വിജയൻ തൽക്ഷണം ആ ഒരു സമയത്ത് തന്നെ മരിച്ചു. ഈ വിജേഷ് മകൻ പിന്നീട് അല്പസമയം ചികിത്സയിൽ കഴിഞ്ഞതിന് ശേഷമാണ് മരണപ്പെടുന്നത്. ഈ വയനാട് DCCയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ആരോപണം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇവർക്കെതിരെ. അങ്ങനെയാണ് ഇവർ മരണപ്പെടുന്നത്. തൻ്റെ ഈ സ്ഥലം പോലും, അതായത് താനിരിക്കുന്ന വീട് പോലും പണയം വെച്ചുകൊണ്ടാണ് ഈ പാർട്ടിക്ക് വേണ്ടി, തൻ്റെ അച്ഛൻ പാർട്ടിക്ക് വേണ്ടി ഇത്തരത്തിൽ തുക ചെലവാക്കിയതെന്നാണ് പത്മജ പറയുന്നത്. ആ ഒരു വീട്, ആ ഒരു സ്ഥലമെങ്കിലും ഏറ്റെടുത്ത് തരണമെന്നും പത്മജ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ്, അതിന് തൊട്ട് പിറ്റേന്നാണ് ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. കുടുംബം വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2.5 കോടിയുടെ ബാധ്യതയാണ്. അതിൽ പാർട്ടി 20 ലക്ഷം മാത്രമാണ് നൽകിയതെന്നാണ് പത്മജ പറയുന്നത്. മാത്രമല്ല അതുപോലെ തന്നെ ഈ വിജേഷിൻ്റെ ചികിത്സാ ചെലവും വലിയ രീതിയിലുള്ള കുടുംബത്തെ ബാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ തുക പോലും പൂർണ്ണമായും അടച്ചു തീർക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് പത്മജ പറയുന്നത്. അതിന് പിന്നാലെയാണ് പത്മജ ഇന്ന് ഉച്ചയ്ക്ക് 1:30 ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. അരുണിമ, എന്തായാലും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നേരെ വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനം ഉന്നയിച്ചതിനു ശേഷമാണ് പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചത്. വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്.